ഹലോ മക്കളെ, എല്ലാവർക്കും റായത്ത് തന്നെയല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ഫാമിലിയും അതേപോലെ കുഞ്ഞു പെരുന്നാൾ വ്ളോഗും. അപ്പോൾ അതാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം. പെരുന്നാൾ എടുക്കാനാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പെരുന്നാളിൻ്റെ അപ്പമെല്ലാം ചുടൽ. അതേപോലെ ഞാനും പെരുന്നാളിൻ്റെ അപ്പമെല്ലാം ചുട്ട് വെച്ച്. നോമ്പ് 25 കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ പെരുന്നാളിൻ്റെ അപ്പമെല്ലാം എല്ലാവരും ചുട്ട് വെക്കും. ഞാൻ നെയ്യട, പൊരിയപ്പം, കടല കാച്ചത്, കൊട്ടയപ്പം, അതേപോലെ നെയ്ക്കേക്ക്, അങ്ങനെ എല്ലാ അപ്പങ്ങളും മുമ്പേ തന്നെ ചുട്ടിട്ട് വെച്ച്. പിന്നെ സൊറോട്ട, അതും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള അപ്പമല്ലേ. ഞാൻ കുറച്ച് ബീഡിയപ്പവും ചുട്ട് വെച്ചിന്. പിന്നെ എനിക്ക് സാധാരണ പെരുന്നാളിൻ്റെ അപ്പമെല്ലാം ഓർഡർ ഉണ്ടാവലുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നലുമില്ല. പിന്നെ ലായക്ക് തക്ബീർ ചെല്ലിന്ന് കാണുമ്പോൾ നമ്മൾ എന്താക്കും, കുറച്ച് കോഴിക്കടുമ്പ് ചുട്ടിട്ട് വെക്കും. പിന്നെ കാലത്തേക്കുള്ള കറി, കോഴിൻ്റെ കറി, അതും തിളപ്പിച്ചിട്ട് വെച്ച്. പിന്നെ വലിയ ബേന പിടിച്ച പണിയാന്ന് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് വെക്കുന്നത്. അതിലാന്നെ ഞാൻ പേസ്റ്റെല്ലാം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച്. കുറച്ച് സവാളെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് വെച്ച്. ബിരിയാണിക്ക് എളുപ്പമാവുമല്ലോ കാലത്തെ പിന്നെ കുറേ പണിയെടുക്കണ്ടല്ലോ. അങ്ങനെ ചില്ലറ പണിയെല്ലാം ഞാൻ എന്താക്കും, ലായനാക്കിയിട്ട് വെക്കും. പിന്നെ ബിരിയാണിക്കും കോഴി കാച്ചനും ആവശ്യമുള്ള കോഴിയെല്ലാം ആയിട്ട് വേറെ തന്നെ മുള്ളു പെരക്കിയിട്ടെല്ലാം വെച്ച്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ രാവിലെ എണിച്ചിട്ട് കുറേ തത്രപ്പാടാക്കേണ്ട ആവശ്യമില്ല, കുറേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് കോഴി കാച്ചിയൊക്കെയുള്ളതും കുറച്ച് ബിരിയാണിക്കുള്ളതും. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച്. ചില ആളെല്ലാം രാവിലെ എണിച്ച് തുടങ്ങും. രാവിലെ തന്നെ കുറേ പണി ഒന്നിച്ചെടുക്കുന്നതിനാട്ടി രാത്രി കുറച്ച് ലേറ്റായെങ്കിലും നമ്മൾ ഈ പണിയെല്ലാം രാത്രി തന്നെ എടുത്തിട്ട് വെക്കണം. ഈ പണിയെല്ലാം ഒരുങ്ങിയിട്ട് പോകണം നമുക്കിനി ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ കുറച്ച് പുഡിങ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ നേരെ ടൗണിലേക്ക് വിട്ട്. ഡ്രസ്സ് എടുക്കാനുണ്ട്, ഡ്രസ്സ് എടുത്തിട്ടേ ഇതുവരെ. ഈ ചൂട്ടിനും നോമ്പും നോക്കിയിട്ട് ടൗണിലേക്ക് പോകാൻ വലിയ മടിയായത് കൊണ്ട് ഞാൻ ഇതുവരെ ഡ്രസ്സ് എടുക്കാനൊന്നും പോയിട്ടുണ്ടായിട്ട. പൊതുവേ ഞാൻ നോമ്പെല്ലാം തുറന്നിട്ട് രാത്രിയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകൽ. അപ്പോൾ ഈ പ്രാവശ്യം അതേപോലെ തന്നെ രാത്രിയാണ് പോയത്. ചിലപ്പോൾ പെരുന്നാൾ രാത്രി പോവും, അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ രാത്രി പോവും, അങ്ങനെയാണ് പോകൽ. ഇപ്രാവശ്യം 29 നോമ്പല്ലേ കിട്ടിയത്, അതുകൊണ്ട് ലാസ്റ്റായി പോകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പെരുന്നാളിൻ്റെ മുന്നത്തൊന്നിലായി ടൗണിലേക്ക് പോകുന്നത്. ആ കാസർഗോട്ടെ വെളിയും കാര്യമെല്ലാം കാണാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പാങ്ങ് തന്നെ. കാസർഗോഡ് നിന്ന് തന്നെയല്ല, ഞങ്ങൾ പോയിക്കാനും ടൗണ് മുതൽ കാസർഗോഡ് ടൗണ് വരെ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. എന്തോ ഒരു ചേലന്നെ, രാത്രി ഫുള്ള് ജനങ്ങൾ ബജാറിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് അധികം ഞങ്ങൾ പെരുന്നാൾ രാത്രി ടൗണിലേക്ക് പോകൽ. ഇതായിപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയും, എല്ലാ ജനങ്ങളും ബജാറിൽ തന്നെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും രാത്രി തന്നെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകലെന്ന്. പിന്നെ എല്ലാവരും പറയലുണ്ട്, 1 മാസം മുന്നേ നോമ്പിന് മുന്നേ തന്നെ ഡ്രസ്സ് എടുത്ത്, നോമ്പ് 10 ഡ്രസ്സ് എടുത്തെന്നെല്ലാം പറയലുണ്ട്. ബജാറിലെ ആളെ കണ്ടിട്ടാകുമ്പോൾ ഭയങ്കര അതിശയിപ്പോയി. ഇത് നമ്മളെ കാസർഗോട്ടെ പുതിയ റോഡ്. അപ്പോൾ ഈ റോഡിലേക്ക് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു റോഡും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തന്ന്. ഇതാ നിങ്ങൾ ബജാർ നോക്ക്, ബജാറിൻ്റെ തിരക്കൊന്ന് നോക്കിയത് എന്ത് പാങ്ങ് നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ആൾക്കാരും ഇപ്പോൾ ബജാറിൽ തന്നെയുള്ളത്. ഇപ്പം മണി ഏകദേശം 9-9:30 മണിയായി. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ പിന്നല്ലേ ഞാൻ ടൗണിലേക്ക് പോയിരുന്നത്. ഇനി മടങ്ങിയിട്ട് വരുമ്പോൾ കുറേ ലേറ്റായിന്. മാത്രം പണിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ബജാറിലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഐസ്ക്രീമെല്ലാം ഓർഡർ ആക്കിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാകുമ്പോഴത്തേക്ക് ഐസ്ക്രീം വന്ന്. ഞങ്ങൾ സാധാരണ കപ്പ് ഐസ്ക്രീം ഇല്ലേ, അതാണ് ഓർഡർ ആക്കിയത്. അപ്പോൾ ഇതിൽ കുറേ നട്സൊന്നുമില്ല, ഫ്രൂട്ട്സും ഇല്ല. പുള്ളർക്ക് ഇതാണ് വേണ്ടത്. പൊതുവെ ഞങ്ങൾക്ക് ദിൽക്കുഷ് അങ്ങനത്തെ എല്ലാമാണ് ഇഷ്ടം. അപ്പോൾ പുള്ളർക്ക് ഇതന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. ഓർക്ക് കുറേ കച്ചരൊന്നും ഐസ്ക്രീമിൽ ഉണ്ടെന്ന് വലിയ ഇഷ്ടമില്ല. അങ്ങനെ ആദ്യത്തെ ഐസ്ക്രീം കഴിച്ച് തീരുമ്പോൾ തന്നെ രണ്ടാമത് ഓരോരോ കപ്പ് ഓർഡർ ആക്കി. അങ്ങനെ രണ്ടാമത്തെ ഐസ്ക്രീമും വന്ന്. ഇപ്പം മണി കുറേ ആയി. ഒരു ഷോപ്പെല്ലാം അടുക്കുന്ന തിരക്കിലുള്ളത് ഓർ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി. ഷട്ടർ ക്ലോസ് ആക്കിയിട്ടാണ് മുതലാളി ഉണ്ട്, പിന്നെ നിങ്ങൾ സാവധാനത്തിൽ കഴിച്ചോന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമെല്ലാം കഴിച്ച് മടങ്ങുന്ന സമയത്ത് ഓരോ കപ്പ് എക്സ്ട്രാ കയ്യിലും വേങ്ങി വണ്ടിയിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 കപ്പ് ഐസ്ക്രീമും തിന്നിട്ട് നമ്മൾ എല്ലാവരും അവിടെ നിന്ന് വന്നതാണ്. നമ്മൾ നോമ്പെല്ലാം നോക്കിയിട്ട് പിള്ളേർക്ക് ബെനത്തിലുണ്ട്. അതിന് ബജാറിലേക്ക് ഒന്നിടത്തോളം പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാനൊന്നും പൊതുവെ വരലില്ല. ഡ്രസ്സ് ഞാൻ തന്നെ എടുക്കൽ. പെരുന്നാൾ രാത്രി ആയതുകൊണ്ട് ഓരെയും കൂട്ടിയെന്നേ ഉള്ളൂ. സാധാരണ 28 നോമ്പെല്ലാകുമ്പോൾ ഞങ്ങൾ രണ്ടാൾ തന്നെയാണ് പോയിട്ട് ഡ്രസ്സെല്ലാം എടുക്കൽ. പെരുന്നാൾ രാത്രി പോകുമ്പോൾ ചോറ കൂട്ടും.
അവർക്കൊരു പൊലിസാട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീമെല്ലാം തിന്ന് ഓരോരോ കപ്പ് എക്സ്ട്രാ മേങ്ങി വണ്ടിയിലേക്ക് കയറി. ഇനി മെയിൻ കാസർഗോഡിൻ്റെ ജംഗ്ഷൻ നമുക്ക് നോക്കാം. പാടത്ത് തിരക്കാന്ന് കാണാൻ പാങ്ങുള്ളത്. പിന്നെ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എടുക്കാനല്ല അലുമ്പല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് അതൊന്നും ഞമ്മ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാ ഈ ഒരു തിരക്ക് നിങ്ങൾ നോക്ക്. മണി 10 കഴിഞ്ഞിനിപ്പോൾ 10-10:30 മണി ആയിട്ടുണ്ടാവും. ഈ സമയത്തുള്ള തിരക്കാണ് ഇത്. എല്ലാവരും ബജാറിൽ തന്നെ, പെണ്ണുങ്ങും ആണുങ്ങും കുഞ്ഞും. അപ്പോൾ ആരും ഡ്രസ്സ് എടുത്തിട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഡ്രസ്സ് എടുത്തത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഇവിടെ കുറേ വേറെന്തെല്ലാം സാധനമെല്ലാം മേങ്ങാനുണ്ടായിന്. ഞാൻ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഈ ഭാഗമാണ് ഏറ്റവും തിരക്കും കാണാൻ പാങ്ങുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ തിരക്കെല്ലാം നോക്കി തന്നിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ കുറേ പിള്ളേർക്ക് വേറെന്തെല്ലാം സാധനമെല്ലാം വേണ്ടേണ്ടായിന്. അപ്പോൾ അതെല്ലാം മേങ്ങിയിട്ടായിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി. പോകുന്ന ബൈക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ ജംഗ്ഷനിൽ എത്തുമ്പോൾ അപ്പവും ചായയും. ഇത് പെരുന്നാൾ ചായ എന്നാണ് ഇതിനെ പറയുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോവും. നമ്മളെ കാറ് ഓറന്നെ വന്നിട്ട് നിർത്തിയിട്ട് കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് തക്കരിച്ചിട്ട് ഓറെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങി. അപ്പോൾ ഇതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് ലാന്നെ ടൗണിലേക്കെല്ലാം പോകണം. പിന്നെ എല്ലായിടത്തും ലഡു വിതരണം അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ പുരക്കേക്ക് എത്തി. പുരക്കേക്ക് എത്തിയിട്ടായിട്ട് മിന്നൂന് മൈലാഞ്ചി വെച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ആരും ഞങ്ങളിവിടെ മൈലാഞ്ചി വെക്കലില്ല. എൻ്റെ 2 മക്കവും മൈലാഞ്ചി വെക്കല. മിന്നു ചെറുതായതുകൊണ്ട് ഓക്ക് മൈലാഞ്ചി വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ മിന്നുവിൻ്റെ ഒരു കൈക്ക് മൂത്ത മോളും രണ്ടാമത്തെ കൈക്ക് രണ്ടാമത്തെ മോളും മൈലാഞ്ചി വെച്ച് കൊടുത്ത്. പിന്നെ എൻ്റെ ഫാമിലി ഞാൻ നിങ്ങൾക്ക് ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടല്ലേ, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അങ്ങനെ ഞങ്ങളെ ഫാമിലിയും കാണിച്ചു തരാം. 3 മക്കളാണ് എനിക്കുള്ളത്. എനിക്ക് 3 പെണ്ണ് പിള്ളാന്നുള്ളത്. പുരക്കിലെത്തുമ്പോൾ കുറേ ലേറ്റായിന്. ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് കാലത്ത് എണിക്കുമ്പോൾ നല്ല അലമ്പാവും. എന്നെങ്കിലും എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോരെല്ലാം ഒരുക്കായിട്ടാകുമ്പോൾ ഒരു സമാധാനമായല്ലോ. പിന്നെ നമുക്ക് കിടന്നുറങ്ങിയിട്ട് സുബിയാകുമ്പോൾ എണിക്കാനും ആയി. നോമ്പ് 30 കിട്ടീനെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തന്നെ കുറച്ച് പണിയെല്ലാം ആട്ടി. അങ്ങനെ പെരുന്നാൾ രാവിലെ ആയി. സുബി നിസ്കരിച്ച ഉടനെ ഫിത്തറിൻ്റെ അരി കൊണ്ടുപോയിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് ഹസ്ബൻഡ് പോയ സമയത്ത് രാവിലത്തേക്കുള്ള പത്തലും കറിയെല്ലാം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. കറി രാത്രി തന്നെ ഉണ്ടാക്കിന്. കുറച്ച് പത്തൽ ചുട്ട് അതേപോലെ തന്നെ കുറച്ച് നെയ്പ്പത്തലും ചുട്ട്. ഈ പെരുന്നാളിൻ്റെ കാലത്ത് തന്നെ അപ്പോഴെല്ലാം ചുട്ടെങ്കിൽ എല്ലാം ബാക്കിയാവും. അറിയാഞ്ഞിട്ട് ചുടുന്നതല്ല, മാത്രം പെരുന്നാളിൻ്റെ എല്ലാ ദിവസമല്ലേ നല്ല നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പത്തലും കുറച്ച് നെയ്പ്പത്തലും ചുട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും കാലത്തെ വന്നെങ്കിൽ നമുക്ക് ചായയിൽ കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പെല്ലാം ചുട്ടിട്ട് വെച്ച്. ഇനി കറീൻ്റെ പണിയൊന്നുമില്ല. ഇനിയുള്ളത് മസാല ആക്കണം, ബിരിയാണി വെക്കണം, ആ പണി മാത്രം. എനിക്ക് അപ്പെല്ലാം ചുട്ടിട്ടായി. അപ്പോഴത്തേക്ക് ഓർ കുളിച്ചിട്ട് ചായയെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന്. രാവിലെ ചായയും കുടിച്ചിട്ടായിട്ട് പിന്നെ പള്ളിക്ക് പോല്. പെരുന്നാൾ നിസ്കാരം 8 മണിക്ക്. അപ്പോൾ ആ സമയമാകുമ്പോൾ പള്ളിക്ക് എത്തണം. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഓറുള്ളത്. പിന്നെ ആണ് പുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പുള്ളന്മാർക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പോകാനൊന്നുമില്ല. ഒരു പോരെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ നിസ്കരിച്ച് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലേക്ക് നിസ്കരിക്കാനും പോയി. അപ്പോൾ ആ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. പിന്നെ ഒരു പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടേബിളിൽ ജ്യൂസും അപ്പം എല്ലാം നിരത്തിയിട്ട് വെക്കണം. ഈ സമയത്താണ് എല്ലാവരും പെരുന്നാൾക്ക് പുരക്ക് കയറിക്കൽ. അങ്ങനെ ഒരു കയറിക്കൽ എന്നൊരു ചടങ്ങുണ്ട്. പെരുന്നാൾ നിസ്കരിച്ചിട്ട് പെരുന്നാളെല്ലാം എല്ലാ പുരക്കേക്കും പോവും. കാസർഗോട്ടെ ഒരു ചെറിയൊരു ചടങ്ങാണത്. പെരുന്നാൾ നിസ്കരിച്ചിട്ട് വരുമ്പോൾ ഒരു 40 പുര കയറണം എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ട് എല്ലാവരും പുര കയറും. അപ്പോഴേക്കും എല്ലാവരും ജ്യൂസും അപ്പം എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ടാവും. അധികം കുടിക്കുകയൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് കുടിച്ചിട്ട് പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി അറിഞ്ഞെങ്കിൽ എല്ലാ അപ്പവും ടേബിളിൽ ഒരു പ്ലേറ്റിലിട്ടിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ കാലത്ത് എണിച്ചിട്ടുള്ളൊരു പണിയാണ് ഇത്. കാലത്തെ പത്തെല്ലാം ചുട്ടിട്ടായിട്ട് ഞാൻ ജ്യൂസെല്ലാം ആക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. ഞാൻ റൂ അഫ്സ ഉണ്ടാക്കുന്നത്. റൂ അഫ്സാലേക്ക് കുറച്ച് നട്സും അതേപോലെ കസ്കസെല്ലാം ഇട്ടിട്ട് ജ്യൂസാക്കിയിട്ട് വെച്ചിന്. പിന്നെ എല്ലാം എന്നെ പുഡിങ് ആക്കിയതുകൊണ്ട് നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ചുട്ട എല്ലാ അപ്പവും ഇതേപോലെ പ്ലേറ്റിൽ നിരത്തി വെച്ച് പിന്നെ കുറച്ച് കേങ്ങ് കാച്ചിയതും അതേപോലെ ഉള്ളി ബജി ഞാൻ ചുട്ടിന്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഉണക്കപ്പന്നെ മതി. എന്നാലും ചിലപ്പോൾ ഉണക്കപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിലാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അപ്പവും ചുട്ടേച്ച്. അങ്ങനെ എല്ലാം ടേബിളിൽ റെഡി ആയിട്ട് വന്ന് ഞാൻ ഈത്തപ്പഴത്തിൻ്റെ പുഡിങ്ങാണ് ഉണ്ടാക്കിയത്.
ഇതെല്ലാം ടേബിളിൽ സെറ്റാക്കിയിട്ട് വെക്കുമ്പോഴേക്ക് എൻ്റെ ഹസ്ബൻഡെല്ലാം പള്ളിക്ക് പോയിട്ട് വന്ന്. അപ്പോൾ ആദ്യം തന്നെ ഹസ്ബൻഡ് ജ്യൂസെല്ലാം കുടിച്ച്, പിന്നെ എല്ലാവരും വരുന്നേയും പോകുന്നുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനൊന്നും എടുക്കാനിവിടെ ആളില്ല. എനിക്ക് എൻ്റെ പണിയായി, പുള്ളറ പണിയായി. ഓർക്കെല്ലാം ഇസ്തിരി ഇടണം, ഡ്രസ്സാക്കണം, കുളിക്കണം. അപ്പോൾ ആ പണീൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും ആർക്കും സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാം ഇസ്തിരി ഇട്ടിട്ട് ഓരോരോ ഡ്രസ്സ് ഇവിടെ അയാളിൽ തൂക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുളിച്ച സമയത്തേക്ക് ഓർക്ക് പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ആക്കാലോ. അപ്പോൾ ഈ പണീൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ ഇനി ശരിയാവില്ല. അപ്പോൾ ഇസ്തിരിയെല്ലാം രാവിലെ തന്നെ എല്ലാവരും ഇടുന്നത്. ഇപ്പോൾ ഹസ്ബൻഡായെങ്കിലും രാവിലെ എണിച്ചിട്ട് ഇസ്തിരിയെല്ലാം ഇട്ട്, പുള്ളായെങ്കിലും രാവിലെ ഇസ്തിരിയെല്ലാം ഇട്ട്. ഇന്നലെ ഇസ്തിരി ഇടാനും സമയമില്ലല്ലോ, നോമ്പ് 29 ഉണ്ടായിരുന്നത്. നോമ്പ് 30 ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പണിയെല്ലാം മുമ്പത്തെ തന്നെ എടുത്തിട്ട് വെക്കും. അപ്പം നമുക്ക് ടൈം കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ ടൈം ഉണ്ടായിട്ടാണ്. ഇസ്തിരി ഇടുന്ന സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും മസാല എല്ലാം ആക്കിയിട്ട് വെച്ച്. ഞങ്ങൾക്ക് രാവിലെ തന്നെ ബിരിയാണീൻ്റെ പണിയെല്ലാം ആവും. ഞാൻ കുറേ ലേറ്റാക്കല. കാരണം പുള്ളർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ പുരന്ന് ഇറങ്ങണം. എപ്പം വെച്ചിട്ടാവാതെ ഞാൻ പുരന്ന് ഇറങ്ങലില്ല. അപ്പം അതിൻ്റെ അടുക്ക് കുറച്ച് വീഡിയോ എടുത്തിന്. അപ്പോൾ പുള്ളർക്ക് ഡ്രസ്സെല്ലാം ആക്കിയിട്ടെല്ലാം ആയിന്. ആ സമയം ആയതുകൊണ്ട് വീഡിയോ എടുത്ത്. അപ്പോൾ ആ ഒരു വീഡിയോ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നത് എൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഓളും അതേപോലെ ഓളെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ആങ്ങളുടെ മക്കൾ, ഏട്ടത്തിൻ്റെ മോള്, എൻ്റെ ഉമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന വീഡിയോ മാത്രമേ ഇപ്പം എൻ്റെ ഉള്ളൂ. ഇനി ആര് വന്നെങ്കിലും പ്രത്യേകം അപ്പം വിളമ്പുണ്ടൊന്നും ആവശ്യമില്ല. എല്ലാം ടേബിളിൽ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ജ്യൂസ് മാത്രം കൂട്ടി കൊടുത്താൽ മതി. പിന്നെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. എല്ലാവരും അപ്പം ചായ കുടിച്ചിട്ട് പോകുന്ന സമയത്തേക്ക് ബൗളിലിട്ട് പുഡിങ് കൊടുക്കും. ബൗളും കൊടുക്കും, പുഡിങ്ങിൻ്റെ ട്രേയും കൊണ്ടുവെക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് ചെയ്യൽ. അങ്ങനെ ചോറെല്ലാം വന്നിട്ടായിട്ടാണ് പിന്നെ ജ്യൂസെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആരും ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. കാരണം ഓർക്ക് പുരന്ന് ഭക്ഷണം കഴിക്കണമല്ലോ. പൊതുവേ ഞങ്ങൾ കാസർഗോട്ട് ആൾക്കാർ ഈ ജ്യൂസ് കുടിക്കൽ മാത്രം. ഉച്ചയ്ക്ക് ബേക്കാൻ വേണ്ടിയിട്ട് എവിടെയും പൂവൽ കുറവ്. ഓരോരോ പുരന്ന് തന്നെ ബേക്കും. നല്ല നാളാകുമ്പോൾ നമുക്ക് നമ്മളെ പുരന്ന് തന്നെ ബേക്കണ്ട. അപ്പം ആ ഒരു കാര്യം പൊതുവേ കുറവാണ്. എല്ലാവരും പുരന്ന് തന്നെ ബേക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉള്ളി ബജിയും അതേപോലെ കായ് കാച്ചതെല്ലാം കൊണ്ടുവച്ച്. അതും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ടുവച്ച് അങ്ങനെ ഒരു ജ്യൂസെല്ലാം കുടിച്ചിട്ട് പോയി. പിന്നെ ഉച്ചയാകുമ്പോൾ ഇതേപോലെ ഞമ്മ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് നേരെ ഇറങ്ങുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഉമ്മാൻ്റെ പേരക്കേക്കാണ് പോയത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരക്കേക്ക് പോയിട്ടില്ല. 4 ദിവസം മുമ്പ് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. പോയിക്കാനത്തുനിന്ന് കുറച്ച് ദൂരമാണ് ഹസ്ബൻഡിൻ്റെ പോലെ. അപ്പോൾ അവിടെ പോയാൽ പിന്നെ രാത്രിയാവും വരുമ്പോൾ. പിന്നെ ഇങ്ങോട്ടൊന്നും പോവാൻ കഴിയില്ല. പിന്നെ പെരുന്നാൾ പൈസ ചോറെല്ലാം വേച്ചിട്ട് പെരുന്നാൾ പൈസ കൊടുത്ത് പുള്ളർക്കെല്ലാം പെരുന്നാൾ പൈസ എല്ലാം കിട്ടിയിട്ടാകുമ്പോൾ അവർക്ക് വലിയ പൊലിസായി. പെരുന്നാളിൻ്റെ മെയിനാണ് പെരുന്നാൾ പൈസ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പുള്ള വിടേയില്ല. ആരോടൊന്നും ചോദിക്കല, സ്വന്തം ഉപ്പാരോടെ ചോദിക്കൂ. ഉപ്പാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉപ്പാറ എങ്ങനെയും ഫസ്റ്റ് കൈ നീട്ടം ഉപ്പാൻ്റെ ഭാഗ്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പോയെടുത്തൊന്നും ഇപ്പോൾ ഓരോ മാമാർ, കുഞ്ഞുമാർ, കാക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം പെരുന്നാൾ പൈസ കൊടുക്കും. അയക്കുടിക്കാരെല്ലാം കൊടുക്കലുണ്ട്. പിന്നെ ഞങ്ങൾ അയക്കുടിക്കാർക്കൊന്നും അങ്ങനെ പോവാത്തതുകൊണ്ടൊന്നും പിന്നെ അങ്ങനെയുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എൻ്റെ പിള്ളേർ വലുതായതുകൊണ്ട് തന്നെ അങ്ങനെ അയൽവാസികളടുത്തേക്കൊന്നും അങ്ങനെ പെരുന്നാൾക്കൊന്നും പോവുകയില്ല. ആദ്യം പോലെ എൻ്റെ ഉമ്മാൻ്റെ പുര, അതാണ് മെയിൻ. പിന്നെ എനിക്കും കിട്ടി പെരുന്നാൾ പൈസ. നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് സമ്പാദ്യം ഉണ്ടെങ്കിലും പെരുന്നാൾ പൈസ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, അത് അടിപൊളി സന്തോഷം തന്നെയാണ്. ഇപ്പോൾ ആകെ ഒരു 500 രൂപ തന്നിട്ട് അമ്മ എനിക്ക് മനസ്സിലേക്ക് ഒരു ബേജാറെല്ലാം ആയിട്ടുണ്ടായിന്. അതന്നെ സ്വിപ്പാക്കിയത്. അപ്പോഴേക്ക് എനിക്കൊരു 1000 കൂടി 500 കൂടി തന്ന് അങ്ങനെ 1000 രൂപ എനിക്ക് കിട്ടി. പിന്നെ അത്ര തന്നെ, അതിനായിട്ട് കൂടുതലൊന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ പേരക്കേക്ക് എത്തി. ഇനി കുറച്ച് പുര ഒന്ന് കയറണം. കുറേ പുരയെല്ലാം പോയിന്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ്. കുറച്ച് രാത്രിയെല്ലാം പോയിട്ടാകുമ്പോൾ ഇരുട്ടായതുകൊണ്ട് അങ്ങനെ ഒന്നും എടുത്തിട്ട് എൻ്റെ പേരക്കേക്ക് എത്തി. എൻ്റെ പേരക്കേക്ക് എത്തുമ്പോഴത്തേക്ക് ആടെ എൻ്റെ ഇളയപ്പാൻ്റെ മോനും കുഞ്ഞി ഓരെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഓറും പെരുന്നാക്കെല്ലാം പൊലിസാക്കാൻ വേണ്ടി എല്ലാം വരും. അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ദൂരമൊന്നും പോകാനുള്ളൊരു സൗകര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ അടുത്തുള്ളൊരു 3-4 പേരൊക്കെ ഞങ്ങൾ പോയി. പിന്നെ രാത്രി എൻ്റെ ഇളയമ്മാൻ്റെ അടുക്കെല്ലാം പോയിന്. അത് കുറച്ച് ലേറ്റായതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നേരെ പോയത് എൻ്റെ ഏട്ടത്തിൻ്റെ പേർക്ക്. അത് ഞങ്ങളെ പേരിൻ്റെ അടുത്ത് തന്നെ, കുറേ ദൂരമൊന്നുമല്ല. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ പേർക്കും പോയി. ഫസ്റ്റ് തന്നെ എൻ്റെ വരുമ്പോൾ ഉമ്മാൻ്റെ പേർക്ക് വരുന്നതിനാട്ടി മുന്നേ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ അടുക്കാണ് പോയത്, വരുന്ന പയ്യായതുകൊണ്ട്. പക്ഷെ ആ വീഡിയോ ഞാൻ എടുത്തിട്ട് ഞങ്ങൾക്ക് മറന്നുപോയി. ഇപ്പം എൻ്റെ ഏട്ടത്തിൻ്റെ പേർക്ക് എത്തിയാലേ കുറച്ച് തണുത്ത വെള്ളം കുടിച്ച്.
അങ്ങനെ ആടെ പായസം പെരുന്നാൻ്റെ അപ്പം എല്ലാം കൊണ്ടുവച്ച് പായസം എല്ലാം കുടിച്ചിട്ടായിട്ട് ആടുന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ആടുന്ന് പിന്നെ ഞങ്ങൾ വരുന്നതാണ്. പിന്നെ എവിടെയും കുറേ സമയം നിൽക്കുകയല്ല, കുറേ സമയം നിൽക്കാനുള്ള ടൈം പെരുന്നാൾക്ക് ഉണ്ടാവില്ല, കുറേ പേർക്കെല്ലാം പോകേണ്ടതല്ലേ. പിന്നെ പുള്ളർക്ക് മെയിനായിട്ടുള്ള പണി എന്ത്, ഫോട്ടോ എടുക്കുന്നത്. പിന്നെ എൻ്റെ ഏട്ടത്തിൻ്റെ അവിടെ കുറേ പൂച്ചെടിയെല്ലാം ഉണ്ട്, മല്ലികൻ്റെ കൃഷി അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നല്ല നല്ല പൂ ഉണ്ടാകുമ്പോൾ എൻ്റെ മിന്നു കുറച്ച് പൂവിൻ്റെ ഫോട്ടോസെല്ലാം ഫോട്ടോസ് എടുത്തിന്, വീഡിയോസ് എടുത്തിന്. അവിടെ അവർക്ക് കൃഷിയുണ്ട്, മുല്ല കൃഷിയുണ്ട്, പിന്നെ അങ്ങനെ കുറേ കൃഷിയെല്ലാം ഉണ്ട്. ഇതാണ് മുല്ലക്കൃഷി. ഇത് ബാക്കിലും കുറേ ഉണ്ട്. ഞാനിവിടെ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടു. ഇത് ഏട്ടത്തിൻ്റെ മാപ്പിള. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വേറെ കുറച്ച് സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓരോ വണ്ടിയിലും ഞങ്ങളെ വണ്ടിയിലാണ് വന്നത്. പിന്നെ ഇതെൻ്റെ ആൻറ്റി. അങ്ങനെ ആൻറ്റിയും ഞാനും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു ആൻറ്റിയാണിത്. അങ്ങനെ ഞാനും ബീബി ആൻറ്റിയെല്ലാം നിന്നിട്ട് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ ഒരു വൈബായിട്ടുള്ളൊരു പെരുന്നായിരുന്നു ഇപ്രാവശ്യം ഞങ്ങളുടേത്. ഇപ്രാവശ്യം എന്നല്ല, പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും പെരുന്നാൾ വൈബ് തന്നെയാണല്ലോ. അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾക്കും. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് എല്ലാവർക്കും നല്ലോണത്തിൽ കുറേ പെരുന്നാളിൽ ആഘോഷിക്കാനും അതിനുള്ള ആയുസ്സും ആരോഗ്യവും ആഫിയത്തെല്ലാം അല്ലാ തരട്ടെ. പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഇളയപ്പാൻ്റെ മോൻ്റെ പുരക്ക്. അതും ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറേ ദൂരമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആടക്കും പോയി. ആടെ പോയിട്ട് ആടുന്നും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്, ആടെയും പായസവും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കുടിച്ചിട്ട് ആടുന്ന് നമ്മളെല്ലാം ഇറങ്ങി. ഇത്ര വീഡിയോ മാത്രം പോയത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും എൻ്റെ ഇളയമ്മാൻ്റെ പേർക്കൊക്കെല്ലാം പോയിട്ടുണ്ടായിന്. ഇത് എൻ്റെ ഫാമിലി. ഫസ്റ്റ് ഉള്ളത് എൻ്റെ മൂത്ത മോള് ഫാത്തിമ, BDS സെക്കൻഡ് ഇയറിന് പഠിക്കുന്നുള്ളത്. മിഡിലുള്ളത് രണ്ടാമത്തെ മോള് നേഹ, ഓള് +2 കഴിഞ്ഞതാണ്. പിന്നെ ചെറിയ മോള് മിന്നു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ 3 മക്കൾ. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ ഞങ്ങളെ ഫാമിലിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലേ. അപ്പോൾ ഒരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇത് ഞങ്ങൾ 5 ആളടങ്ങുന്ന ഒരു ഫാമിലി ഫോട്ടോയാണ്. ഇത് എൻ്റെ മൂത്ത മോളും ചെറിയ മോളും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പെരുന്നാളിൻ്റെ ക്ലീനിങ് ആണ്. നോമ്പിനെല്ലാം ക്ലീനിങ് കഴിഞ്ഞതാണ്, എന്നാലും പെരുന്നാൾ അടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീടൊന്ന് ക്ലീൻ ആക്കണം. നോമ്പ് 27 ആകുമ്പോഴത്തേക്ക് നമ്മെല്ലാവരും വീണ്ടും വീടെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ തുടങ്ങും. ഫാനെല്ലാം തുടച്ചിട്ട് വൃത്തിയാക്കും. ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോമ്പിന് റംസാനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ക്ലീൻ ചെയ്യുന്നത്. പെരുന്നാളിന് നമുക്ക് കുറേ ഗസ്റ്റെല്ലാം വരും. ആ ഒരു സമയത്ത് വീടെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ 2 ക്ലീനിങ് അടുത്തടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഡെയിലി നമ്മളെല്ലാവരും വീടെല്ലാം തോർത്തുന്നല്ലേ. ഇത് കുറച്ച് ഡീപ്പ് ക്ലീനിങ്. മിന്നുനോട് സിറ്റ് ഔട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച്. അപ്പോൾ ഓള് രാത്രിയിലാണ് നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജോലിയെല്ലാം ചെയ്യൽ. നോമ്പ് നോക്കിയിട്ട് അങ്ങനെയുള്ള കുറേ ജോലിയൊന്നും എടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. രാത്രിയിലാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മിന്നു സിറ്റ് ഔട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചവിട്ടിൻ്റെ അടിയിലെല്ലാം പാമ്പെല്ലാം ഉണ്ടാവും, എപ്പം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സാവധാനത്തിൽ നോക്കിയിട്ട് തന്നെയാണ് ഈ ചവിട്ടെല്ലാം വലിച്ചിട്ട് എടുക്കുന്നത്. അതായത് മുറ്റത്തുള്ള കാർപ്പറ്റ്. അപ്പോൾ അതെല്ലാം കുറച്ച് ദൂരം മാറ്റിയിട്ടിട്ട് ഓൾ സിറ്റ് ഔട്ട് കഴുകാൻ തുടങ്ങി. അപ്പം മിന്നു സിറ്റ് ഔട്ടും നേഹ, അതായത് രണ്ടാമത്തെ മോള് വീട്ടിൻ്റെ അകമാണ് ക്ലീനാക്കുന്നത്. വലിയ മോളില്ല, ഓള് ഹോസ്റ്റലിൽ നിൽക്കുന്ന കാരണം ഓക്ക് ഈ ജോലിയൊന്നുമില്ല. വലിയ മോക്ക് ലീവ് കിട്ടിയിട്ടാകുമ്പോൾ വരും, അതായത് 2 ദിവസം ലീവ് ഉണ്ടാവും. അങ്ങനെയാണ് നോക്ക് പൊതുവെ ലീവ് ഉണ്ടാവൽ. അപ്പോൾ ഇവർ ആ പണിയെല്ലാം ഏറ്റെടുത്തിട്ട് നല്ല ക്ലീനായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയൽ വേറെ എന്തെല്ലാം പണിയെല്ലാം ഉണ്ട്, ഇഷ്ടംപോലെ പണിയുണ്ട്. ഇപ്പോൾ പോരാകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന തന്നെ അല്ലേ, എല്ലാ പണിയും തന്നെ എടുക്കണമല്ലോ, എടുക്കാണ്ട് കഴിയുന്ന. മിന്നു മോള് നല്ലോണം സിറ്റൗട്ട് ക്ലീനാക്കി. നമ്മളെ അടുത്ത് തന്നെ പുരപ്പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആടെ മണ്ണിൻ്റെ പണിയും കല്ലിൻ്റെ പണിയെല്ലാം എടുക്കുന്ന കാരണം നല്ലോണം പൊടി പാറിയിട്ട് എത്ര ക്ലീനാക്കിയാലും അപ്പം പെരങ്ങും പോരല്ല. അതുകൊണ്ട് സിറ്റൗട്ട് എപ്പോഴും കൈ തന്നെയാണ്. ഇനി ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ പെരുന്നാൻ്റെ അപ്പമാണ്. കുറച്ച് പെരുന്നാൻ്റെ അപ്പെല്ലാം ഓർഡർ ഉണ്ടായിന്, കുറച്ചല്ല കുറേ ഓർഡർ ഉണ്ടായിന്. ഞാൻ അങ്ങനെ ഓർഡറൊന്നും ഇപ്രാവശ്യം എടുത്തിട്ടില്ല. ഈ ഒരു ചൂട്ടിന് നമുക്ക് ഹെൽപ്പാക്കുന്ന ആളൊന്നും വന്നിട്ടില്ല, കാരണം ഓർക്കും ചൂട്ടിൽ കഴിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം പെരുന്നാൻ്റെ അപ്പം ഒന്നും അങ്ങനെ കുറേ ഓർഡർ എടുത്തിട്ടില്ല. അത്യാവശ്യം ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഓർഡർ ഉണ്ടായിന്, അത് മാത്രമാണ് ഞാൻ എടുത്തത്.
മൂന്നാൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള പെരുന്നാളിൻ്റെ അപ്പം അത് മാത്രം എടുത്തിട്ട് ഞാൻ ചെയ്തു കൊടുത്തു. ആ ഒരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നത്. ഇതെനിക്ക് സ്ഥിരം ഓർഡർ തരുന്ന ആളായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ പെരുന്നാൾക്ക് കുറേ അപ്പത്തിൻ്റെ ഓർഡറെല്ലാം കിട്ടും. ഇപ്രാവശ്യം വിളിച്ച ആടെല്ലാം ഓർഡറിൻ്റെ സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാനെല്ലാം ക്യാൻസലാക്കിയതാണ്. അപ്പോൾ ഇത്ര അടങ്ങുന്ന ഒരു കുഞ്ഞു ബ്ലോഗാണ് എൻ്റേത്. എന്നെയും എൻ്റെ ഫാമിലിയെയും എൻ്റെ ബ്ലോഗും ഇഷ്ടപ്പെട്ടിനെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കണം. അതേപോലെ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ടാക്കണം. നിങ്ങൾ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ആക്കാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബെല്ലാം ചെയ്ത് സപ്പോർട്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ ജസാക്കല്ലാഹ് ഖൈർ.